തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട ഈ ദേശീയപാത പദ്ധതി എന്നെങ്കിലും യാഥാർത്ഥ്യമാകുമോ? അപകടക്കണിയായി മാറിയ മാക്കൂട്ടം ചുരം റോഡിലെ പ്രശ്നങ്ങൾക്ക് അറുതിയുണ്ടാവില്ലേ? അതെ, ചോദ്യം മാക്കൂട്ടം ചുരം റോഡിനെ കുറിച്ചാണ്. രണ്ട് സംസ്ഥാനങ്ങളെയും രണ്ട് സംസ്കാരങ്ങളെയും കൂട്ടിയിണക്കുന്ന അതിപ്രാധാന്യമുള്ള അന്തർ സംസ്ഥാന പാതയാണ് തലശ്ശേരി മൈസൂർ റോഡ്. ഇതിൽ ഇരു സംസ്ഥാനങ്ങളുടെയും അതിർത്തിയായ കൂട്ടുപുഴ മുതൽ പെരുമ്പാടി വരെ 17 കിലോമീറ്ററോളം വരുന്ന മാക്കൂട്ടം ചുരം റോഡ് ബ്രഹ്മഗിരി വന്യജീവി സങ്കേതത്തിൽപ്പെടുന്ന കാനനപാതയാണ്. കുത്തനെയുള്ള കയറ്റവും ഇറക്കവും കൊടും വളവുകളും അഗാധമായ കൊല്ലികളുമുള്ള റോഡ് ഇന്ന് അപകട പാതയായി മാറിയിരിക്കുകയാണ്. ഈ റോഡിൽ ഒരു അപകടമെങ്കിലുമില്ലാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ലെന്ന് പറയാം. അടുത്ത കാലത്തായി നിരവധി മരണങ്ങളാണ് ഈ പാതയിലുണ്ടായത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെയും കർണാടകത്തിൻ്റെയും RTC ബസ്സുകളും ടൂറിസ്റ്റ് ബസ്സുകളും അടക്കം 60ഓളം ബസ്സുകൾ മാത്രം മൈസൂരു, ബംഗളൂരു മേഖലകളിലേക്കും വിരാജ്പേട്ട, മടിക്കേരി അടക്കമുള്ള നഗരങ്ങളിലേക്കും ഇതുവഴി കടന്നുപോകുന്നു. കൂടാതെ ബംഗളൂരു, മൈസൂരു, ഹുൻസൂർ തുടങ്ങിയ കർണാടകത്തിലെ വിവിധ നഗരങ്ങളിൽ നിന്നും ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും നിത്യവും ചരക്ക് വാഹനങ്ങളും കേരളത്തിലേക്ക് ഇതുവഴിയാണ് എത്തുന്നത്. കഴിഞ്ഞ ബുധനാഴ്ച മരം കയറ്റി വന്ന ലോറിയും കോഴിവണ്ടിയും ഒരേ സ്ഥലത്ത് മറിഞ്ഞതിനെ തുടർന്ന് 8 മണിക്കൂറിലേറെയാണ് ചുരം പാതയിൽ ഗതാഗത തടസ്സമുണ്ടായത്. ഒരു വാഹനത്തിനും കടന്നു പോകാനാത്ത വിധം റോഡ് പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിരാജ്പേട്ടയിൽ നിന്നും എത്തിയ റിക്കവറി വാഹനം ഉപയോഗിച്ച് പിക്കപ്പ് വാൻ വലിച്ചു മാറ്റിയെങ്കിലും ലോറി ഉയർത്താനുള്ള ശ്രമം പരാജയപ്പെട്ടു. ഒടുവിൽ വള്ളിത്തോട് നിന്നും എത്തിച്ച വലിയ ക്രെയിൻ ഉപയോഗിച്ച് 11 മണിയോടെ മറിഞ്ഞ ലോറി നിവർത്തിയാണ് വാഹന ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അവധിക്കായി ബാംഗ്ലൂർ, മൈസൂർ തുടങ്ങിയ പട്ടണങ്ങളിൽ നിന്നും വന്ന യാത്രക്കാരാണ് മണിക്കൂറുകൾ ബ്രഹ്മഗിരി വന്യസങ്കേതത്തിൻ്റെ ഭാഗമായ കൊടും വനത്തിൽ കുടുങ്ങിയത്. 40ലധികം ടൂറിസ്റ്റ് ബസ്സുകളും KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളും ചരക്ക് വാഹനങ്ങളും കൊണ്ടുള്ള വാഹനങ്ങളുടെ നീണ്ട നിര പെരുമ്പാടി വരെ നീണ്ടു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടതോടെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന യാത്രക്കാരിൽ പലരും കാൽനട യാത്രയായി വെളിച്ചമോ മൊബൈൽ നെറ്റ്വർക്കോ ലഭ്യമല്ലാത്ത വനത്തിലൂടെ ചുരമിറങ്ങി കൂട്ടുപുഴയിലെത്തുകയും ചെയ്തു. ഇതോടൊപ്പം മട്ടന്നൂർ എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യേണ്ട വിരാജ്പേട്ടയിൽ നിന്നടക്കമുള്ള യാത്രക്കാരും ചുരത്തിൽ കുടുങ്ങി യാത്ര മുടങ്ങുകയും ചെയ്തു. മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് കടന്നാൽ ബാക്കി വരുന്ന 12 കിലോമീറ്ററോളം വരുന്ന പാത വൈദ്യുതി ബന്ധമോ മൊബൈൽ നെറ്റ്വർക്കോ ഇല്ലാത്ത കാനന പാതയാണ്. മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് വരെ കൂട്ടുപുഴയിൽ നിന്നും കേരളമാണ് വൈദ്യുതി നൽകുന്നത്. രാത്രികാലങ്ങളിൽ വാഹനങ്ങൾ ചുരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ കൂരിരുട്ടിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയാണുള്ളത്. മൊബൈൽ നെറ്റ്വർക്ക് ലഭ്യമല്ലാത്തതിനാൽ പുറം ലോകവുമായി ബന്ധപ്പെടുക എന്നതും ദുഷ്കരമാവുന്നു. മുൻ BJP സർക്കാരിൻ്റെ കാലത്ത് കർണാടകത്തിലെ ഹാസൻ ജില്ലയിലെ ചെന്നരായപട്ടണത്ത് നിന്നും തുടങ്ങി ഹോൾ നർസീപൂർ, അർക്കൽഗുഡ്, കോട്ലിപ്പേട്ട, മടിക്കേരി, വിരാജ്പേട്ട വഴി കേരള കർണാടക അതിർത്തിയിലെ മാക്കൂട്ടം കൂട്ടുപുഴ പാലത്തിന് സമീപം അവസാനിക്കുന്ന റോഡ് ദേശീയപാതയാക്കാൻ തത്വത്തിൽ തീരുമാനിച്ചിരുന്നു. അന്നത്തെ മൈസൂർ കുടക് MP പ്രതാപ് സിംഹയ്ക്ക് കേന്ദ്ര റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഇത് സംബന്ധിച്ച് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്നു. 2018 നവംബറിൽ കർണാടകത്തിലെ ഹാസൻ, കുടക് ജില്ലകൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഈ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിക്ക് MP പ്രതാപ് സിംഹയും അദ്ദേഹത്തിൻ്റെ അന്നത്തെ വിരാജ്പേട്ട MLA KG ബൊപ്പയ്യുമാണ് ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നത്. ഈ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പാതയെ ദേശീയപാതയാക്കാനുള്ള നടപടി തത്വത്തിൽ അംഗീകരിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് വിശദമായ പദ്ധതിരേഖയും റിപ്പോർട്ടും അന്ന് അവർ കേന്ദ്രമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. ഹാസൻ ജില്ലയിലെ ചെന്നരായപട്ടണത്തിൽ നിന്ന് തുടങ്ങി കേരള കർണാടക അതിർത്തിയായ കൂട്ടുപുഴ പാലത്തിന് സമീപം അവസാനിപ്പിക്കുന്ന ദേശീയപാതയുടെ നീളം 183 കിലോമീറ്റർ വരും. 1600 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവ് കണക്കാക്കിയിരുന്നത്. കർണാടകത്തിനൊപ്പം കേരളത്തിനും ഏറെ ഗുണം ചെയ്യുന്ന പദ്ധതിയായാണ് ഇത് കണക്കാക്കപ്പെട്ടിരുന്നത്. ഇരു സംസ്ഥാനങ്ങളിലെയും ടൂറിസം പദ്ധതികൾക്കും പാത ഏറെ പ്രയോജനം ചെയ്യും. കർണാടകത്തിലെ കാശ്മീർ എന്ന് വിളിക്കപ്പെടുന്ന കുടകിനെ ആഭ്യന്തര
അന്തർദേശീയ ടൂറിസം മേഖലയിലെ പ്രധാന കണ്ണിയാക്കി മാറ്റാൻ ഇതിലൂടെ കഴിയും. കാപ്പി, കുരുമുളക് പോലുള്ള നാണ്യവിളകൾ സമയാസമയങ്ങളിൽ ഇവിടെ നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഇപ്പോൾ നേരിടുന്ന പ്രയാസങ്ങൾക്കും പരിഹാരമാകും. പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ളവർക്ക് കണ്ണൂർ വിമാനത്താവളത്തെ പ്രയോജനപ്പെടുത്തുന്നതിനും ഏറെ സഹായകരമാകും ഈ റോഡ് എന്നാണ് കണക്കാക്കിയിരുന്നത്. കണ്ണൂർ ജില്ലയെ കുടകുമായി ബന്ധിപ്പിക്കുന്ന ഈ ഹൈവേ യാഥാർത്ഥ്യമായാൽ കേരള ജനതയ്ക്കും അത് ഏറെ പ്രയോജനകരമാകും എന്നതിൽ സംശയമില്ല. കുടക്, ഹാസൻ ജില്ലകളിൽ നിന്നും നിരവധി ചരക്ക് വാഹനങ്ങളാണ് നിത്യവും ഇതുവഴി കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വീതി കുറഞ്ഞതും വളവും തിരിവുകളും കയറ്റവും ഇറക്കവുമെല്ലാമുള്ള ഇപ്പോഴത്തെ റോഡിൽ യാത്ര ഏറെ ദുസ്സഹമാണ്. കൂട്ടുപുഴയിൽ നിന്നും മാക്കൂട്ടം വഴി പെരുമ്പാടി വരെ നീളുന്ന അപകടങ്ങളുടെ ഹബ്ബായി മാറിയ ഈ ചുരംപാത വീതി കൂട്ടി ദേശീയപാതയുടെ ഭാഗമായി മാറുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകും. കേരളത്തിൽ നിന്നും കർണാടക മേഖലയിലെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇത് പ്രയോജനം ചെയ്യും. ഇതുവഴിയുള്ള യാത്രാ സമയത്തിലും ഏറെ മാറ്റമുണ്ടാകാനും ഈ പാത ദേശീയപാതയാക്കുന്നതിലൂടെ സാധിക്കും. എന്നാൽ കർണാടകത്തിലെ കഴിഞ്ഞ BJP സർക്കാരിൻ്റെ കാലത്ത് തത്വത്തിൽ അംഗീകരിക്കപ്പെട്ട ഈ ദേശീയപാതാ പദ്ധതി ഇനി എന്നെങ്കിലും യാഥാർത്ഥ്യമാകുമോ? ഉപരിതല ഗതാഗത മന്ത്രിയായി നിതിൻ ഗഡ്കരി തന്നെ ഇപ്പോഴും തുടരുമ്പോൾ അദ്ദേഹത്തിൽ ഈ പദ്ധതിക്കായി സമ്മർദ്ദം ചെലുത്താൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ? അപകടക്കെണിയായി മാറിയ മാക്കൂട്ടം ചുരം റോഡിലെ പ്രശ്നങ്ങൾക്ക് അറുതി എന്നെങ്കിലും ഉണ്ടാവുമോ?